ജെമിനി എന്താ പറയുന്നു അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് എൻ്റെ കാലിലേക്ക് നനഞ്ഞൊരു തുണി വന്ന് വീണു. ഞാൻ പേടിച്ചു പോയിട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പനിയാണ്, നമ്മുടെ എൽസുവിൻ്റെ പനിയൊക്കെ ഇപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് ആറിയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേനും നമ്മളൊരു സ്റ്റഡി ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നു. പിള്ളേർ ഇപ്പോൾ ഇത്ര നാളും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്നിട്ടാണ് പഠിക്കേണ്ടായിരുന്നത്. എൽസു ഇപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റഡി ടേബിൾ വന്നപ്പോൾ ഹാപ്പിയായി രണ്ടാളും. അപ്പോൾ ഇതാ നമ്മുടെ തൊട്ടടുത്ത കടയിൽ 100 രൂപയ്ക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപയുടെ ഐസ്ക്രീം ഫ്രീ. ജോക്കൂട്ടിന് ഇപ്പം തന്നെ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പനിയും കൊട്ടും കുരവയൊക്കെ തീരട്ടെ എന്നിട്ട് മേടിക്കാം. അപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു 2 മണിയായി, ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ആയപ്പോഴത്തേനും ചോറൊക്കെ വേഗം അടച്ചു വാർത്തു. ഞാൻ എന്താ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാൻ ഇതിൽ ഉഴുന്നിന് നമ്മൾ ഉലുവ ഇടുമല്ലോ ഒരു ടേസ്റ്റിന് വേണ്ടി ഇഡ്ഡലിക്കൊക്കെ, അപ്പോൾ അത് ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് വേഗം ചാളയൊക്കെ എടുത്തു. ഫ്രീസായിട്ടിരിക്കുകയായിരുന്നു, അതൊക്കെ സെറ്റാക്കി. അന്നമോൾ ഇതാ നമ്മുടെ ആ ഒരു സാധനമില്ലേ റുബിക്സ് ക്യൂബ്, അത് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടൻ, അതൊക്കെ വെച്ചിടുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചാളയൊക്കെ മുളക് പുരട്ടി. ചെമ്മീൻ ഞാൻ എന്താ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറേ മൊരിയിച്ച ചെമ്മീൻ ഡബ്ബർ പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ മൊരിയിക്കേണ്ട. ചാള ഞാൻ എന്താ പയ്യെ ഒന്ന് മൊരിയിച്ച ശേഷം നമ്മുടെ മറ്റേ ആ ഒരു കറിയില്ലേ, തക്കാളി സവാളയൊക്കെ ഇട്ട് ഗ്രേവി പോലെ ആക്കിയിട്ട് വറുത്തിട്ട് ചാറും അല്ല വറുത്തതും അല്ലാത്ത രീതിയിൽ വെക്കുന്നൊരു കറി, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.